ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ജസ്റ്റിസ് ബേലായം ത്രിവേദി നടത്തിയ ഒരു വാക്കാൽ പരാമർശമാണ്. മലയാളം സിനിമയിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ബേലായം ത്രിവേദി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ നടപടികളും ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന് സംസ്ഥാന സർക്കാരും പരാതിക്കാരിയും വാദിക്കുന്നത് നമ്മൾ കണ്ടു. അതിനിടയിൽ കൊച്ചിയിൽ നിന്ന് കണ്ട ഒരു ദൃശ്യം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് അടുത്തതായി. അർജുൻ മട്ടന്നൂർ, പടമുകളിലെ സിദ്ദിഖിന്റെ വീട്ടിൽ മാധ്യമപ്പട ഒന്നാകെ തമ്പടിച്ചിരുന്നു. അറസ്റ്റ് ഉണ്ടാകുമോ, കസ്റ്റഡിയിലെടുക്കുമോ എന്നതൊക്കെ ഉറ്റുനോക്കിക്കൊണ്ട്, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടായതും ലഡുവുമായി അവിടെ ആളുകൾ പ്രത്യക്ഷപ്പെടുന്നതല്ലേ കണ്ടത്. അർജുൻ, എന്തായിരുന്നു അവിടെ നടന്നത്? സുജയ, എറണാകുളം ജില്ലയിൽ സിദ്ദിഖിന് 2 വീടുകളാണുള്ളത്. ഇതിൽ സ്ഥിരമായി താമസിക്കുന്ന വീടാണിത്. പടമുകളിലെ ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഒളിവിൽ പോവുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീട് ആലുവ കുട്ടമശ്ശേരിയിലാണ്. എന്തായാലും ഇന്ന് ഉച്ചക്ക് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ലഡു വിതരണം അടക്കമുള്ള സന്തോഷ പ്രകടനങ്ങളുമായി അയൽവാസികളും മറ്റും രംഗത്തെത്തിയത്. ഈ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നതിന് പിന്നാലെ ഈ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ വീടിന് മുന്നിൽ, സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്ന് റോഡരികിൽ വെച്ച് ഇത്തരത്തിൽ വഴിയാത്രക്കാർക്കൊക്കെ തന്നെ ലഡു വിതരണം ചെയ്തതും കാണാമായിരുന്നു. എന്തായാലും സിദ്ദിഖിന് ഒരു ദിവസം ജാമ്യം കിട്ടിയതിൽ വലിയ സന്തോഷം എന്നതാണ് അയൽവാസികളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഈ വീട്ടിലേക്ക് സിദ്ദിഖ് തിരിച്ചെത്തുമോ എന്നതായിരുന്നു സംശയം. എന്തായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഈ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. സിദ്ദിഖ് ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതായത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ആലുവയിലെ വീട്ടിലേക്ക് കൂടി പോകാം. അഞ്ജലി ശ്രീധരാജ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മുങ്ങിയ സിദ്ദിഖ് എവിടെയാണ് പോകുക എന്നതാണ് അറിയേണ്ടത്. ആലുവയിലാണോ പടമുകളിലാണോ? ആലുവയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അഞ്ജലി? സുജയ, ആലുവയിലെ വീട്ടിന് മുന്നിലാണ് നമ്മളുള്ളത്. ആലുവയിലെ വീട്ട് കഴിഞ്ഞ ദിവസമൊക്കെ പോലീസ് ഇത്തരത്തിൽ ഇവിടെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ സിദ്ദിഖ് ഇവിടെ ഉണ്ടെന്നുള്ള സംശയങ്ങളും പലരും പുറത്തു പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുൻപ് ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ സിദ്ദിഖിന്റെ വീട് അടച്ചിട്ട നില, അതായത് താക്കോലിട്ട് പൂട്ടിയ നിലയിലായിരുന്നു ഈ ഗേറ്റ് നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ന് പക്ഷെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. കൂടാതെ വീട്ടിൽ ഒരുപക്ഷെ സിദ്ദിഖിന്റെ സർവന്റ് ആയിരിക്കാം. പക്ഷെ നേരത്തെ ഈ വീട്ടിൽ നിന്നും ഒരു കാറ് പുറത്തേക്ക് പോയിരുന്നു. അതിൽ സിദ്ദിഖിന്റെ മകളായിരിക്കും ഉണ്ടായിരുന്നത്. അവർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ഈ വീട്ടിന്, അതായത് പടമുകളിലെ വീട്ടിൽ വലിയ രീതിയിൽ അതിന് വീടിന് മുന്നിൽ ആഘോഷങ്ങളും അല്ലെങ്കിൽ ലഡു വിതരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ യാതൊരുവിധ അനക്കവുമില്ല. വളർത്തുമൃഗങ്ങളെ മാത്രമാണ് നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റുന്നത്. നേരത്തെ ഉള്ളിൽ ചില സ്ത്രീകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടുത്തെ സർവന്റ് ആയിരിക്കാം, ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ സിദ്ദിഖ് ഈ വീട്ടിലേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള സൂചനകളൊന്നും ഇവിടുന്ന് ലഭിച്ചിട്ടില്ല. ഈ പടമുകളിൽ ആ വീട്ടിന്റെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് സിദ്ദിഖ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഇപ്പോൾ എന്തായാലും 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് ഈ 2 വീടുകളിൽ ഒന്നിലേക്ക് സിദ്ദിഖിന് പ്രത്യക്ഷപ്പെടാൻ ഇനി താമസം വേണ്ട.